നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയെ എതിർത്ത് പ്രതിഭാഗം. തുടരന്വേഷണത്തിനായി ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ലെന്ന് കണ്ണൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ PP ദിവ്യ വാദിച്ചു. എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചതാണെന്നാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. കേസ് വിശദമായ വാദത്തിനായി ഈ മാസം 23-ലേക്ക് മാറ്റി. ഹർജിയുമായി ബന്ധപ്പെട്ട് കേസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ നൽകിയ ഹർജി ആണെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ K. വിശ്വൻ പറഞ്ഞു. പ്രതിക്ക് അനുകൂലമായാണ് പോലീസ് അന്വേഷണം എന്നായിരുന്നു കുടുംബം ഹർജിയിൽ വാദിച്ചിരുന്നത്. കേസ് ഹൈക്കോടതി 2 തവണ പരിഗണിക്കുകയും അതിനുശേഷം സുപ്രീം കോടതിയിൽ അഡ്മിഷൻ പോലും ലഭിക്കാത്തതുമായിരുന്നു. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളതെന്ന് ഹൈക്കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. തുടരന്വേഷണ ഹർജി ഒരു തരത്തിലും നിലനിൽക്കാത്തതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അവർ ഉന്നയിച്ച പല വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണ സംഘം പരിശോധന നടത്തുകയും അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. വസ്തുതകൾ പരിശോധിച്ചാൽ തന്നെ PP ദിവ്യയുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്ന ആശങ്കയിലാണ് ഇങ്ങനെയൊരു ഹർജി നൽകിയിട്ടുള്ളതെന്നും ദിവ്യയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യദിനത്തിൽ അങ്കണവാടിയിലെ കുട്ടികൾക്ക് നിർബന്ധിതമായി രാഖി കെട്ടിയെന്ന് ആരോപണം. വർക്കല താലൂക്ക് ഓഫീസിൽ DYFI പ്രതിഷേധമുണ്ടായി. കുട്ടികൾക്ക് രാഖി കെട്ടണമെന്ന് ടീച്ചേഴ്സിനോട് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ നിർദ്ദേശിക്കുന്ന ശബ്ദ സംഭാഷണം ലഭിച്ചു. വർക്കലയിലെ BJP കൗൺസിലർ കുട്ടിയുടെ കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കുന്ന ചിത്രവും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. രാഖി ഉണ്ടാക്കി കുട്ടികളുടെ കയ്യിൽ കെട്ടണമെന്നും രാഖി കെട്ടുന്ന ഫോട്ടോ കേന്ദ്ര സർക്കാരിന് അപ്ലോഡ് ചെയ്യണമെന്നും ഓഡിയോ സന്ദേശത്തിൽ CDPO നിർദ്ദേശം നൽകി. വർക്കല താലൂക്ക് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന അങ്കണവാടിയിലെ ടീച്ചർമാർക്കായിരുന്നു നിർദ്ദേശം നൽകിയത്. അങ്കണവാടികളിൽ ദേശീയ പതാക ഉയർത്തണം, ദേശീയഗാനം ആലപിക്കണം, ഒപ്പം തന്നെ മധുരം വിതരണം ചെയ്യണമെന്നായിരുന്നു വനിതാ ശിശു വികസന വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, കുട്ടികളെ കൊണ്ട് രാഖി നിർമ്മിച്ച് അത് വിമുക്ത ഭടന്മാർക്കും പോലീസുകാർക്കും പോസ്റ്റൽ വഴി നൽകണം. ദേശീയ പതാകയ്ക്ക് മുന്നിലുള്ള കുട്ടികളുടെ ചിത്രം ഹർ ഘർ തിരംഗ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നും സർക്കുലറിൽ പറയുന്നു. എന്നാൽ ഇതിന് വിപരീതമായാണ് വർക്കലയിൽ നടന്ന സംഭവം. കുട്ടികളുടെ കയ്യിൽ നിർബന്ധിച്ച് രാഖി കെട്ടണമെന്നായിരുന്നു ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ അയച്ച സന്ദേശത്തിൽ പറഞ്ഞത്. വിഭജന ഭീതി ദിനാചരണം ആചരിക്കരുതെന്ന് കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കൊരുങ്ങി സാങ്കേതിക സർവകലാശാല VC. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം കോളേജുകൾക്ക് കൈമാറിയതിൽ സാങ്കേതിക സർവകലാശാല ഡീൻ അക്കാഡമിക്സിനോട് താൽക്കാലിക VC വിശദീകരണം തേടി. വിഭജന ഭീതി ദിനാചരണം പരിപാടികൾ നടത്താൻ സാങ്കേതിക സർവകലാശാല PRO വഴിയായിരുന്നു VC ആദ്യം കോളേജുകൾക്ക് സർക്കുലർ നൽകിയത്. ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശമനുസരിച്ച് കോളേജുകളിൽ താൽക്കാലിക വൈസ് ചാൻസലർ ശിവപ്രസാദ് വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന് കാട്ടി ആദ്യം സർക്കുലർ അയച്ചിരുന്നു. സർവകലാശാല PRO വഴിയായിരുന്നു ഈ സർക്കുലർ. പിന്നാലെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഇടപെട്ടത്. കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തരുത് എന്ന് എല്ലാ സർവകലാശാലകളെയും മന്ത്രി അറിയിച്ചു. ഈ അറിയിപ്പ് സർവകലാശാല അക്കാദമിക് കോളേജുകൾക്ക് കൈമാറി. ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പ് കോളേജുകൾക്ക് കൈമാറിയതിനാണ് താൽക്കാലിക VC K. ശിവപ്രസാദ് വിശദീകരണം തേടിയിട്ടുള്ളത്. 5 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. രജിസ്ട്രാർക്കാണ് ഇത്തരത്തിൽ കോളേജുകളുമായി ആശയവിനിമയം നടത്താനുള്ള അവകാശമെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നത്. എന്നാൽ PRO ദിനാചരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സർക്കുലർ അയച്ചതിൽ VC അനുകൂലമാണെന്നാണ് വിരോധാഭാസം. KPCC DCC പുനഃസംഘടന അനിശ്ചിതത്വത്തിൽ. മുതിർന്ന നേതാക്കളുടെ കടുംപിടുത്തത്തിൽ ചർച്ചകൾ വഴിമുട്ടി. DCC നേതൃമാറ്റത്തിലാണ് തർക്കം നിലനിൽക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട് നേതൃമാറ്റത്തിലാണ് തർക്കം. തിരുവനന്തപുരം DCCയിൽ അവകാശവാദവുമായി മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. പുനഃസംഘടന വൈകുന്നത് പ്രവർത്തനത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് KPCC നേതൃത്വം. അതുകൊണ്ട് തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാൻ കഠിന പ്രയത്നം നടത്തുകയാണ് നേതൃത്വം. നേതാക്കളുമായി ചർച്ചകൾ തുടരുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരാഴ്ചക്കകം അന്തിമ പട്ടിക തയ്യാറാക്കാനാണ് ശ്രമം. KPCC പുനഃസംഘടന ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ ഹൈക്കമാൻഡിൽ അതൃപ്തി രൂപപ്പെട്ടിട്ടുണ്ട്. തർക്കങ്ങൾ പരിഹരിച്ച് പട്ടിക നൽകണമെന്ന ഹൈക്കമാൻഡ് നിലപാടിൽ മാറ്റമില്ല. മലപ്പുറം അരീക്കോട് സാൻഡ്വിച്ച് കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. സാൻഡ്വിച്ച് കഴിച്ച നിരവധി ആളുകളെയാണ് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 35 പേർ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. 2 പേരെ മഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിലേക്കും മാറ്റി. ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക നിഗമനം. കേരള മുസ്ലിം ജമാഅത്ത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ വിതരണം ചെയ്ത സാൻഡ്വിച്ചിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. അരീക്കോട് ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്നലെയായിരുന്നു പരിപാടി.
ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വസതിയിലെത്തി സന്ദർശിച്ചു. സിസ്റ്റർമാരായ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസുമാണ് ഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ചത്. കന്യാസ്ത്രീകളും ബന്ധുക്കളും രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ചർച്ചയിൽ പങ്കെടുത്തു. കേസ് റദ്ദാക്കാനുള്ള നടപടികൾ ആലോചിക്കാനാണ് കൂടിക്കാഴ്ച. അതേസമയം കന്യാസ്ത്രീകളുടെ മോചനം കൈകാര്യം ചെയ്തതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് BJP കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്ര. ചർച്ച നടക്കുന്നത് ദയാധനവുമായി ബന്ധപ്പെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. പല വ്യക്തികളും പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സഹോദരന്റേത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. മാതാപിതാക്കൾക്കുള്ളത് വ്യത്യസ്തമായ നിലപാടാണ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. പാലക്കാട് വല്ലപ്പുഴ CPIM ലോക്കൽ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. രാജി പ്രഖ്യാപിച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും 4 അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇന്നലെ ചെറുപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിലായിരുന്നു സംഭവം. ചേരിക്കല്ല് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന ലോക്കൽ കമ്മിറ്റി അംഗം സുദീപിനെ വിഭാഗീയത ആരോപിച്ച് സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാനുള്ള ജില്ലാ കമ്മിറ്റി തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. രാജി പ്രഖ്യാപിച്ച് റഫീഖ് പറക്കോടനും CK ബാബുവും വല്ലപ്പുഴ പഞ്ചായത്ത് അംഗങ്ങൾ കൂടിയാണ്. കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി കാര്യവട്ടം ഗ്രീൻഫീൽഡിൽ നടന്ന സൗഹൃദ 2020 മത്സരത്തിൽ ഇന്ത്യൻ താരം സഞ്ജു സാംസൺ നയിച്ച KCA സെക്രട്ടറി 11 മിന്നും ജയം. അവസാന ഓവർ വരെ നീണ്ട ആവേശകരമായ മത്സരത്തിൽ സച്ചിൻ ബേബി നയിച്ച KCA പ്രസിഡന്റ് 11 ഒറ്റ വിക്കറ്റിനാണ് തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത പ്രസിഡന്റ് 11 നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ സഞ്ജുവും സംഘവും 2 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.